എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചെമ്മീൻ ഫ്രൈയിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് കാണാം. ഇവിടെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പ്രോൺസ്. ഇത് കുറച്ച് വലിയ സൈസിലുള്ള പ്രോൺസാണ് കിട്ടിയത്. ഇതൊരു 1/2 കിലോ പ്രോൺസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത പ്രോൺസാണ്, ഡീവീനെല്ലാം ചെയ്ത പ്രോൺസാണ്. ഇനി ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളകിൻ്റെ പൊടി. ഇത് നോർമൽ ചില്ലി പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം നമുക്ക് കളറിന് വേണ്ടിയിട്ട് കശ്മീരി മുളകിൻ്റെ പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊരു കുറച്ച് ഒരു ടീസ്പൂണൊക്കെ, 1-1.5 ടീസ്പൂൺ മതിയാവും. അതിന് ശേഷം ഒരു സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1-1.5 സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുക. എന്നിട്ട് വേണ്ടത് കുരുമുളകിൻ്റെ പൊടിയാണ്. ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവിൻ്റെ പാകം നോക്കിയിട്ട് ചേർത്താൽ മതി, കാരണം നമ്മളിതിൽ ഓൾറെഡി മുളകിൻ്റെ പൊടിയെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ അതൊരു 2 സ്പൂണ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ എരിവ് നന്നായിട്ട് വേണമെന്നുള്ള ആൾക്കാരാണെങ്കിൽ മുളക് പൊടിയുടെയും കുരുമുളക് പൊടിയുടെയും അളവ് നമുക്ക് കൂട്ടാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നേരം ഒന്ന് മാരിനേറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് ഈ ചെമ്മീൻ ഫ്രൈൻ്റെ ആ ഒരു കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ പാൻ സ്റ്റൗവിൽ വെച്ച് പാൻ ഒന്ന് ചൂടായതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു അരമണിക്കൂറായി നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് മാരിനേറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ചെമ്മീൻ കുറച്ചായിട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് 2 സൈഡും ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അത് 1/2 കിലോ ചെമ്മീനുള്ള കാരണം ഞാനത് 2 ബാച്ചാക്കിയിട്ടാണ് ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ചെമ്മീൻ ഇത് പെട്ടെന്ന് കുക്കാവും. അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ ഒരു സൈഡ് ഒന്ന് കളറ് മാറുമ്പോൾ ഒന്ന് സൈഡ് തിരിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് ചെമ്മീൻ ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകമാകുമ്പോൾ നമുക്കത് എടുക്കാം. അപ്പോൾ തനിയെ മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇതിന് ശേഷം നമ്മൾ അടുത്തത് രണ്ടാമത്തെ ബാച്ച് ബാക്കിയുള്ള മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീനും കൂടി നമുക്ക് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്ത് അതേ പാനിൽ തന്നെ കുറച്ചും കൂടി ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള ഇതുപോലെ നീളനെ അരിഞ്ഞ സവാളയാണ്. 2 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി ആണെങ്കിലും ചെറിയ ഉള്ളി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പകുതി ചെറിയ ഉള്ളി പകുതി സവാള അങ്ങനെയും എടുക്കാം. അപ്പോൾ എങ്ങനെയായാലും നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താം. അപ്പോൾ നമ്മുടെ ഈ ചെമ്മീൻ വറുത്ത മസാലയിൽ ഈ സവാളയൊക്കെ കടന്ന് നന്നായിട്ടൊന്ന് വഴഞ്ഞ് വരണം. അപ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു ചെറുതായിട്ടൊരു കളറൊന്ന് മാറി ഒരു ക്രിസ്പായി വരുന്ന ഒരു പരുവുണ്ടാവും. അപ്പോൾ അതുവരെ ഒന്ന് വഴറ്റി എടുക്കണം. അപ്പോൾ സവാള ഒരുവിധം ഒന്നിങ്ങനെ ആയി വരുന്നതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇടുക. അപ്പോൾ കറിവേപ്പിൻ്റെ ഇല എത്ര ഇടുന്നോ അത്രയും ടേസ്റ്റ് കൂടും നമ്മുടെ ഈ ചെമ്മീൻ ഫ്രൈയിന്. അപ്പോൾ കറിവേപ്പിൻ്റെ ഇലയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റണം. ഇനി കുറച്ച് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സവാള വേഗം തന്നെ വഴണ്ട് കിട്ടും. ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി, കാരണം നമ്മൾ ചെമ്മീൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഉപ്പ് ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നോക്കിയതിന് ശേഷം ഇട്ടാൽ മതി. ഇപ്പോൾ വളരെ കുറച്ച് തന്നെ മതിയാവും. ഇനി അടുത്ത് നമ്മുടെ ഈ ചെമ്മീൻ ഫ്രൈന് ടേസ്റ്റ് കൂട്ടുന്ന ഒരു സാധനമാണ് തേങ്ങാക്കൊത്ത്. അപ്പോൾ തേങ്ങാക്കൊത്ത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചത് അതും കൂടി നമ്മുടെ ഈ സവാള വഴറ്റുന്നതിൻ്റെ കൂടെ തന്നെ ചേർക്കുകയാണ്. എന്നിട്ട് അതുകൂടി നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം. അപ്പോൾ നമ്മുടെ സവാളയും തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ആ ഒരു പാകം നമുക്കായിട്ടുണ്ട്. ആ ചെമ്മീൻ്റെ ഫ്രൈ ആയ മസാലയെല്ലാം കിടന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിലേക്ക് ചേർക്കുക. അപ്പോൾ ബാക്കി ആ പ്ലേറ്റിൽ ഇതിൽ എണ്ണയൊക്കെ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം തുടച്ച് ഇതിലേക്ക് ആക്കുക. ഇനി ഈ സവാളയും ചെമ്മീനും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കിടന്ന് ഒന്നിച്ച് മിക്സ് ആവണം. മസാല ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഒന്ന്
കിടന്നൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഒരുവിധം റെഡിയാവും. അപ്പോൾ ഒരുവിധം ഒന്ന് ആവുമ്പോൾ കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില കുറച്ചുകൂടി കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല. സോ ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ സവാളയിൽ ഈ ചെമ്മീനെല്ലാം കിടന്ന് മിക്സായി നല്ല സൂപ്പർ ഒരു ഇതായിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ചെമ്മീൻ ഫ്രൈ സെർവ് ചെയ്യാം. നമ്മുടെ ചെമ്മീൻ ഫ്രൈഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെ കുറച്ച് മോര് കാച്ചിയതും ഈ ഒരു ചെമ്മീൻ ഫ്രൈ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഒരു ലഞ്ച് അടിപൊളിയായി കുശാലായി. അപ്പോൾ അതെല്ലാവരും പരീക്ഷിച്ച് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.